ഗൈസ് നമുക്ക് ഈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈദപ്പൊടി, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ചിക്കൻ്റെ അളവ് പോലെ ആയിരിക്കും ഇതൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ മുട്ട 2 എല്ലാത്തിനും ഓക്കെയാണ്. അപ്പോൾ ഇതാ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക. പൊടിയുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കളർ ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുറമേൽ നല്ല കളർ കാണാൻ പറ്റും. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നേരെ ഓയിൽ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഇതുപോലെ കോൺഫ്ലവറും പിന്നെ മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വേണമെങ്കിൽ കളറും കൂടി ചേർക്കാവുന്നതാണ്. ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം കോട്ട് ചെയ്യുക, എന്നിട്ട് രണ്ടാമതൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈസി വേർഷനാണ് ഞാൻ പറഞ്ഞത്. വേറെ രീതിയിലും ശരിക്കും ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്, പക്ഷെ ഞാനിപ്പോൾ ഈസി ആയിട്ടില്ലാന്ന് പറഞ്ഞത്. ഇതിന് നല്ല കോമ്പിനേഷനായ മയോണൈസ്, അതായത് ചുമന്ന കളർ മയോണൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി സാധാരണ മയോണൈസിൽ ഇടുന്ന പോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതാ മുളക് പൊടിയും പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ ഒരു മൂടി സിർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ സോസ് ഇതാ 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് രണ്ടാമതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ മയോണൈസും ഫ്രൈഡ് ചിക്കനൊക്കെ റെഡിയായി കഴിച്ചു. അപ്പോൾ അതിൻ്റെ പിക്കൊന്നും എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം.